നിരവധി കേസുകളിൽ പ്രതിയായ 3 അംഗ സംഘവും പോലീസുമാണ് ഏറ്റുമുട്ടിയത്. അക്രമികൾ പോലീസിന് നേരെ വെടിയുതിർത്തു എന്നാണ് വിവരം. അക്രമിയുടെ കാലിൽ പോലീസ് തിരിച്ചു വെടിവെച്ചു. 3 പ്രതികളെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരും. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്കാരം ചെയ്ത കേസിൽ 7ാം പ്രതി കൂടി അറസ്റ്റിലായി. മഞ്ഞാടി സ്വദേശി ഷിൻഡോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലായത്. ഷിജോ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, എല്ലാ പ്രതികളെയും പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ SKN, തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇതിൽ 2 പ്രതികൾ മാത്രമാണ് സ്വമേധയാ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി കിരൺ തോമസും സാജൻ തോമസും തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ബാക്കിയുള്ള 5 പ്രതികളെയും സാഹസികമായിട്ട് തന്നെയാണ് തിരുവല്ല പോലീസ് പിടികൂടിയത്. തിരുവല്ല DYSP ജിജുവിന്റെയും തിരുവല്ല CI സുജിത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സാഹസികമായിട്ട് തന്നെയാണ് ഈ പ്രതികളെ ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. പോലീസിന്റെ ഒരു നേട്ടമായിട്ട് തന്നെ കാണണം. ഏറ്റവും ഒടുവിൽ പിടിയിലായത് തിരുവല്ല മാഞ്ഞാടി സ്വദേശിയായിട്ടുള്ള 22 വയസ്സുകാരൻ ഷിൻഡോ പി സണ്ണിയാണ്. ഇയാളെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് രാത്രിയോടുകൂടിയാണ് പിടിയിലായത്. 1ാം പ്രതി സുബിൻ അലക്സാണ്ടറിൽ നിന്ന്, മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടറിൽ നിന്നാണ് ഈ ഷിൻഡോ പി സണ്ണിയുടെ ഈ കേസിലെ പങ്കിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അങ്ങനെ ഇയാൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിയിലാവുകയായിരുന്നു. ഇക്കഴിഞ്ഞ 1ാം തീയതി ഉച്ചയ്ക്ക് 3:30 തിരുവല്ലയിലെ സ്പായിൽ അവിടുത്തെ ജീവനക്കാരിയെ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് വന്ന 7 അംഗ സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ആ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് തന്നെ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് വന്നാണ്. 50,000 രൂപയാണ് ഈ യുവതിയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ആ സ്ഥാപനത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ഉടമയിൽ നിന്ന് 3 ലക്ഷം രൂപ കൈപ്പറ്റാനും ഈ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു. എന്തായാലും ആ സംഭവമൊക്കെ പോലീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മറ്റെവിടെയെങ്കിലും ഈ പ്രതികൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് നേട്ടമായിട്ടുള്ള കാര്യം പരമാവധി വേഗം ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. തിരുവല്ല DYSP ജിജുവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടിയത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.